സൂര്യ, നീ നന്ദിനിക്ക് ഡ്രസ് എടുക്കാൻ പോകുന്നു പറഞ്ഞിട്ടൊന്നും എടുത്തില്ലടാ. ഡ്രസ് എടുക്കണമെന്ന് കരുതിയ അച്ഛ, പക്ഷെ പിന്നാലൊരു ബാധ കൂടി. ആ ബാധ ഏതാണെന്ന് ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ആ ബാധ എന്താണെന്ന് അന്വേഷിച്ച് ആരും ടെൻഷൻ അടിക്കണ്ട കേട്ടോ. അത് കുറച്ചു കാലമായിട്ട് സൂര്യയുടെ കൂടെ തന്നെയുണ്ട്. ആ ബാധയെ കൂടെ കൂട്ടിയ ചടങ്ങിന്റെ പേരെന്താണെന്നറിയോ? കല്യാണം അല്ലേ സൂര്യ? സർ, വേണ്ട. അതെ, നിങ്ങൾ എല്ലാവരും ഇത് കേട്ടല്ലോ. ഇവള് പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി പറയുമ്പോ അത് എന്റെ അഹങ്കാരമാണെന്ന് ചിലപ്പോൾ നിങ്ങളെല്ലാവരും വ്യാഖ്യാനിച്ചേക്കാം. പക്ഷേ ഇവളുടെ നാവിൽ നിന്ന് വീഴുന്നതെല്ലാം വിഷമാ, വിഷം. അത് തിരിച്ചറിയാൻ നിങ്ങൾക്കൊക്കെ പറ്റുന്നുണ്ടോ? അല്ല, സൃഷ്ടിച്ച അച്ഛനും അമ്മയ്ക്കുമെങ്കിലും. സൂര്യ, എന്തിനാ ഞങ്ങൾ ഇങ്ങനെ കൂടെ കൂടെ അപമാനിക്കുന്നത്? ഓ, എങ്ങനെ 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 ഇത്തരം ഉയർത്തിയ നിങ്ങൾ അഴിച്ചു വിട്ടാ പിന്നെ നിങ്ങൾ അപമാനിക്കല്ലാതെ പിന്നെ ഞാൻ വേറെ എന്താ ചെയ്യണ്ടേ? സൂര്യ, പ്ലീസ്. കുറെ നേരമായിട്ടേ നാണം കെട്ട് തലകുനിച്ച് ഞങ്ങളോട് നിൽക്കുക. അത് എന്റെ കുഴപ്പമല്ല. സൂര്യ, നീ നിർത്ത്. ഇനി ഇവിടുന്ന് ഇറങ്ങുന്നത് വരെ ഒരക്ഷരം നീ മിണ്ടിപ്പോകരുത്. ഓ, അതെ, എനിക്ക് ഫോണിലൊന്നും സംസാരിക്കണം. ഞാനിപ്പോ ഒരാഴ്ച ഇനി ഇങ്ങോട്ട് വരണമെന്നില്ല. ഒരല്പം മനസ്സമാധാനം ഇവിടെ ഉള്ളവർക്ക് കിട്ടിയേ പറ്റൂ. അതെ, മനസ്സമാധാനം ഉണ്ടാവണമെങ്കിലേ അതിനുള്ള പ്രവൃത്തി കൂടി ചെയ്യണം, കേട്ടോ മാഡം? എന്നിട്ട് ഞാനിപ്പോ വരാം. ഇവൻ എന്താ ഭ്രാന്താണ്? പത്മ, എത്രയും പെട്ടെന്ന് താണിത് ഫിനിഷ് ചെയ്യാൻ നോക്ക്. നമുക്ക് ഉടനെ ഇവിടുന്ന് ഇറങ്ങണം. ആളുകളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ തമ്മി തല്ലുന്നത് കാണാൻ എനിക്കൊരു താല്പര്യമില്ല. ഇതെടുത്തോളൂ. ശരി മാഡം, വാ. നീ വാ. ഇതെടുത്തു വെച്ചു. അയ്യോ സാറേ, സാർ, ഞാൻ കരുതത് വേറെ ആരോ ആണെന്നോ. എന്താണ് നീ ചെയ്തേ? മാഡം, പെട്ടെന്ന് ഇരുട്ടില് എന്റെ ദേഹത്താരോ കൈവച്ചു. ഞാൻ പെട്ടെന്ന് അറിയാതെ സാറിന്റെ ഭാഗത്തെന്നാ കരുതിയേ. എന്താടി നീ പറഞ്ഞേ? രഞ്ജിത്ത് നിന്ന ഭാഗത്ത് നിന്നാണെന്ന് കരുതിയോ? പക്ഷെ കൃത്യമായിട്ട് രഞ്ജിത്തിന്റെ ഷർട്ടിൽ പിടിക്കാൻ നീ മറന്നില്ലല്ലോ. ഇരുട്ടിൽ ഒരു സംഭവം നടന്നാൽ പോലും അതും എനിക്കും എന്റെ കുടുംബത്തിന് എതിരാകണമെന്നുള്ളൊരു തീരുമാനം ഉണ്ടല്ലേ നിനക്ക്? നന്ദിനി, എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചെന്ന്? സംഭവിച്ചത് എന്താന്ന് ഏട്ടൻ ഇവളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്ക്. നന്ദിനി, എന്താ സംഭവിച്ച? പറയേ. പറയാനല്ലേ പറഞ്ഞത്? സർ, ഇരുട്ടില് ആരോ എന്റെ ദേഹത്ത് കൈവച്ചു. അത് കരുതിക്കുട്ടി തന്നെയായിരുന്നു. ഞാൻ പെട്ടെന്ന് ആ ഇരുട്ടില് കൈയെത്തി പിടിച്ചത് രഞ്ജിത്ത് സാറിന്റെ ഷർട്ടിലായിപ്പോയി. എന്താ ഈ പറയുന്നത്? ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടോ ഇവിടെ? അച്ഛാ, ഇതിലെന്തോ പ്രോബ്ലം ഉണ്ട്. അല്പസമയത്തേക്കാണെങ്കിലും ഈ കറണ്ട് കെട്ട് ആരോ മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്ന മിസ്അണ്ടർസ്റ്റാൻഡിംഗ് അല്ലേ? ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗും ഇല്ല. വേണമെന്ന് വെച്ച് ഇവള് കരുതി കൂട്ടി ചെയ്തതാ.
ആവശ്യമില്ലാതെ കയറി സംസാരിക്കാൻ നിൽക്കരുത്. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചുതരാം. ഓ, ഈ ഫ്ലോറിൽ CCTV ചെക്ക് ചെയ്താ എന്താ സംഭവിച്ചതെന്ന് അറിയാലോ. സൂര്യ, നമുക്കിത് തീർച്ചയായും ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടില്ല. രഞ്ജിത്ത് ചുമ്മാ ഇരിക്കെ. മോനെ ആരാ ഇപ്പൊ ഇവിടെ സംശയിക്കുന്നത്? ഡാഡി, നമുക്ക് എന്തായാലും CCTV ചെക്ക് ചെയ്തേ പറ്റൂ. എന്ത് കിട്ടി? എന്താ സാർ, വാട്ട് ഹാപ്പൻ? അതെ, ഇപ്പൊ പവർ സപ്ലൈ കട്ടായില്ലേ സാർ? അതിന് ജനറേറ്റർ ഇമ്മീഡിയറ്റ് ആയിട്ട് വർക്ക് ചെയ്തല്ലോ. എന്തൊരു ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു സാർ. ആ സമയത്ത് എന്റെ ഭാര്യയുടെ ദേഹത്താര കൈവച്ചു. അതാരാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഞങ്ങൾക്ക് ഇവിടുത്തെ CCTV ഒന്ന് ചെക്ക് ചെയ്യണം. ഇത് വർക്കിംഗ് ആയിരിക്കുമല്ലോ അല്ലേ?